ഇത്രയും നാളും ഈ ക്യാരറ്റും മാങ്ങയും മേടിച്ചിട്ട് ഇതൊന്നും അറിയാതെ പോയല്ലോ. അപ്പൊ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്ത് ഒരു മാങ്ങായും ഒരു ക്യാരറ്റും ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് 1.5 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇടത്തരം ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 10-15 അല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യത്തിന് പച്ചമുളക് 2ആയി മുറിച്ചതും ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉപ്പിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങായും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/4 കപ്പ് വിനാഗിരിയും ചേർത്ത് ഉപ്പ് നോക്കി ഈ സമയം ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് ചെറുതീയിലിട്ട് ഒരു 2-3 മിനിറ്റോടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിനൊപ്പം പിന്നെ നമ്മുടെ സ്വന്തം കപ്പയും കാച്ചിലും ചക്കയും ചേനയും ചേമ്പും ഒക്കെ പുഴുങ്ങിയിട്ട് അതിനൊപ്പമൊക്കെ ഇങ്ങനെ സൈഡായിട്ട് തൊട്ടുകൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.